എക്സ്ക്യൂസ് മീ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ. കാരണം ഇനി പുള്ളിക്കാരന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ. മനസ്സിലായില്ല. അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. ബാബു, മുകേഷ്, മണിയമ്പിള്ള രാജു, പിന്നെ ജയസൂര്യ, പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ നോബിള്, വിച്ചു, ഇവരിൽ നിന്നൊക്കെയാണ്. പിന്നെ ഒരു അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്ന ആളിൽ നിന്നും എനിക്ക് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു വെട്ടിന്റെ പാട് ഇപ്പോഴും ഉണ്ടോ? ഒരുപാടുണ്ട്. ഇത് ഒരുപാടുണ്ടല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞത്, ഒരുപാടുണ്ടെന്ന്. ഇത് 2009 ദേ എങ്ങോട്ട് നോക്കി എന്ന സിനിമ തുടങ്ങിയത്. അപ്പോൾ അതിൽ ഞാൻ അഭിനയിക്കാൻ, ഞാൻ ദുബൈയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് സെക്രട്ടേറിയറ്റിൽ വെച്ചാണ് എനിക്ക് ആദ്യത്തെ ദുരനുഭവം എനിക്ക് ഉണ്ടായത്. ആദ്യത്തെ ആള് ജയസൂര്യ തന്നെ. ഞാൻ 8 പെൺകുട്ടികളുടെ ചാരിത്രം നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ 4 വിജയിച്ചിട്ടുണ്ട്. 2 ഇപ്പൊ ഗർഭിണികളാണ്. കേരളത്തിൽ കേട്ട് തെറ്റിച്ചാ. സെക്രട്ടേറിയറ്റിൽ ഞാൻ ബാത്റൂമിൽ പോയിട്ട് ഞാനിങ്ങനെ ഇറങ്ങി സാരി ഇങ്ങനെ നേരെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുമ്പോൾ പുറകിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് വന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. പുറകിൽ നിന്ന് തിരിഞ്ഞു നോക്കിയാൽ പെട്ടെന്ന് അങ്ങനെ ചുണ്ടത്ത് ഇങ്ങനെ ചുംബിക്കുകയും ചെയ്തു. അപ്പൊ നമ്മുടെ അമ്മയുടെ മെമ്പേഴ്സിന് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ ഏറില് അമ്മയുടെ മെമ്പേഴ്സ് എല്ലാവരും ഏറില് നിൽക്കുകയാണ്. ഇപ്പൊ എല്ലാവരും അതിന്റെ ഒരു സന്തോഷമുണ്ട്. ജയസൂര്യൻ പുറകെ വന്നിട്ട് പറഞ്ഞു, മിനു എനിക്ക് മിനുവിനോട് ഒരു കാര്യം പറഞ്ഞു, എസ് ഓർ നോ എന്നൊരു കാര്യം മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എന്തേലും നോക്കിയപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്ക് ട്രിവാൻഡ്രത്ത് ഒരു ഫ്ലാറ്റ് ഉണ്ട്, എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, വരുവാണെങ്കിൽ മിനുവിന് ഭാവിയിൽ പല നേട്ടങ്ങളും ഉണ്ടാവും. വേറൊരു ഗെറ്റപ്പില് ടച്ചിങ്സ് റൈഡ്, പോലീസ് റൈഡ്. നമുക്ക് അടുത്ത ആഴ്ച സിംഗപ്പൂരിലോ മലേഷ്യയിലോ പോയി ടച്ചിങ്സ് അങ്ങ് തുടങ്ങിയാലോ? ഞാൻ അമ്മയില് മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി ഇത് കൊടുത്തപ്പം മുകേഷ് ഏട്ടൻ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു, അമ്പടി കള്ളി, ഞാൻ അറിയാതെ അമ്മയിൽ നുഴഞ്ഞു കയറാന്ന് വിചാരിച്ചോ? ഞാൻ അറിയാതെ മലയാള സിനിമയിൽ ഒന്നും നടക്കാൻ പോണില്ല. എങ്ങോട്ടാ നീ മുങ്ങണത്? അവളെ നിന്റെയും കൂടെ ഭാര്യ. അത് ചേട്ടത്തിന്റെ മുന്നിൽ അന്ന്, ഇന്ന് ചേട്ടായുടെ മാത്രം ഭാര്യ. ഏതായാലും എന്റെ ഭാര്യയല്ല. അറിയാതെ അമ്മയിൽ നുഴഞ്ഞു കയറാന്ന് വിചാരിച്ചോ? ഞാൻ അറിയാതെ മലയാള സിനിമയിൽ ഒന്നും നടക്കാൻ പോണില്ല. നീ നിനക്ക് കൊടുക്കാൻ നിനക്ക് വലിയ ഗമയല്ലേ? നീ ആർക്കും കൊടുക്കണ്ട. നീ മെഴുകുതിരിയുടെ വാസ്കല്ലേ, ആ വാസ്ക് ഇട്ട് അടച്ചു വെച്ച നീ കുഴപ്പമാണ്. ഇവിടെ എന്തൊക്കെയോ കാര്യമായ കുഴപ്പമുണ്ട്. ഉണ്ടാവും. ചങ്കിന് ഉഗ്രം ചവിട്ടല്ലേ കിട്ടിയത്. പരാതി എന്ന് പറയാം. എനിക്ക് അന്നേരത്തെ ഭയങ്കര പേടിയായിരുന്നു. നമ്മൾ ആ സമയം 13 വർഷം മുമ്പ് ആയതുകൊണ്ട് ധൈര്യമില്ലായിരുന്നു. എന്തോ സംഭവിച്ചത്, ഇനി ഫിലിപ്പീനിൽ ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ നമുക്ക് തോന്നുമായിരുന്നു. നീ തുറക്ക്. അല്ലച്ചോ, ഇതിപ്പോ അങ്ങോട്ട് പൂട്ടിയല്ലേ ഉള്ളൂ. കുറച്ച് റെസ്റ്റ് എടുത്തോട്ടെ. വേറെ 1-2 മുറിയൊക്കെ പൂട്ടിയിട്ട് ഇത് തുറന്നാ പോലെ. ഇപ്പൊ തുറന്നാലും അതെങ്ങനെ ശരിയാവും? ഇപ്പഴങ്ങോട്ട് കയറിയതല്ലേ ഉള്ളൂ. കുറച്ച് സമയം കൊടുക്കണ്ടേ? സമയം ഞാൻ പോകുന്നു. ബൈ ബൈ. അയ്യോ, വഴി മാറി.